തോൽ കളഞ്ഞ ഉടയും. കൊണ്ട് നോക്കാം. നമസ്കാരം, ട്രാവൽ മാക്സ് ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഫുഡ് വ്ളോഗാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. വേറൊന്നുമല്ല, ഒരു മീൻ അച്ചാറ്, കേരമീൻ അച്ചാറാണ്. അതിനായിട്ട് നമ്മൾ നേരെ നമ്മുടെ പാലക്കാട് BOC റോഡിലുള്ള ഹൈടെക് ഫിഷ് മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ ഉള്ള അടിപൊളി കേരമീൻ, ഒരു 2.5 കിലോ കേരമീൻ നമ്മൾ എടുത്തിട്ടുണ്ട്. 2.5 കിലോ കേരമീനിലെ ഒരു അച്ചാറിനാണെന്ന് പറഞ്ഞപ്പോൾ അവർ കറക്റ്റായിട്ട് അതിനനുസരിച്ചിട്ടുള്ള കഷ്ണങ്ങളാക്കി നമുക്ക് തന്നു. നല്ല വൃത്തിയായി കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫിഷ് മാർക്കറ്റിൽ നിന്ന് മേടിച്ചു വന്ന നല്ല കേര നമ്മളിവിടെ വീട്ടിൽ കൊണ്ടുവന്ന് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കുക. നമ്മൾ നല്ല മീനൊക്കെ നല്ല വൃത്തിയായി കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഇതിനൊന്ന് മസാല ചേർത്ത് വെക്കണം കേട്ടോ. നമുക്ക് ആദ്യം ഇതിൽ മഞ്ഞൾപ്പൊടി ചേർക്കുക, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് ഉലുവാപ്പൊടി, 1 സ്പൂണ് കുരുമുളക് പൊടി, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചെയ്തത് ഇതിലോട്ട് ചേർക്കുക. നല്ലവണ്ണം കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുക. എല്ലാവരുടെയും നല്ലവണ്ണം ഒന്ന് പിടിക്കട്ടെ. ശകലം ഉപ്പ് കൂടി ഇതിൽ ചേർക്കണേ. ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ഇത് നമുക്കൊരു 1 മണിക്കൂറെങ്കിലും ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നാൽ ആ മീനിലൊക്കെ നന്നായിട്ടൊന്ന് മസാലയൊക്കെ പിടിച്ച് ഇരിക്കട്ടെ. ഇങ്ങനെ അടച്ച് വയ്ക്കുക. തുള്ളി ഇതേപോലെ നമ്മൾ അതിലേക്ക് ഇട്ടെടുക്കുക. പച്ചമുളക് നീളത്തിലരി കേട്ടോ. അങ്ങനെ നീളത്തിൽ സെൻറ്ററിൽ ഇങ്ങനെ കട്ട് ചെയ്താൽ മതി. ഒന്ന് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ 1 കപ്പ് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. നല്ലെണ്ണയാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. കണ്ടില്ലേ, നല്ലെണ്ണയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. കാരണം അച്ചാറൊക്കെ ഉണ്ടാക്കാൻ, മീൻ അച്ചാർ ഉണ്ടാക്കാൻ നല്ലെണ്ണയാണ് കൂടുതൽ ഉപയോഗിക്കുക. കാരണം കേട് വരാതെ സൂക്ഷിക്കാൻ നല്ലെണ്ണയാണ് ബെറ്റർ. നല്ലെണ്ണ ഒഴിക്കാം. ചട്ടി ഒന്ന് ചൂടാവട്ടെ. നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഇഞ്ചി ഒന്ന് വറുത്ത് കോരിയെടുക്കാം. ശകലം നെയ്സ് തീയിൽ വേണം, കരിയാൻ പാടില്ല. ഇഞ്ചി കംപ്ലീറ്റ് ഇതിലോട്ടിട്ട് നമുക്കൊന്ന് വറുത്ത് കോരിയെടുക്കാം. ഇത് കുറച്ച് സമയമെടുക്കും, പതുക്കെ ചെയ്യാൻ പാടുള്ളൂ. കാരണം കരിഞ്ഞു കഴിഞ്ഞാൽ ആകെ ഇതിൻ്റെ ടേസ്റ്റേ മാറും, അച്ചാറിൻ്റെ ടേസ്റ്റേ മാറും. അപ്പോൾ നല്ല സമാധാനത്തോട് കൂടിയിട്ട് മെല്ലെ ഇതൊന്ന് മുരിച്ചെടുക്കണം കേട്ടോ. ഈ ഇഞ്ചി, നമ്മുടെ ഇഞ്ചി അങ്ങനെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഈ പ്ലേറ്റിലോട്ടെടുത്ത് മാറ്റിയിടാം. അപ്പോൾ അടുത്ത് നമ്മൾ വെളുത്തുള്ളിയാണ് ഇടുന്നത്. വെളുത്തുള്ളിയൊക്കെ ഇങ്ങോട്ട് ഇടുമ്പോൾ എണ്ണയിൽ, ഈ നല്ലെണ്ണയിലൊക്കെ ഇടുമ്പോൾ ഉണ്ടല്ലോ, എൻ്റെ മണം വേറെ ലെവലാട്ടാ. വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതൊക്കെ ഇങ്ങനെ ഈ എണ്ണയിൽ കിടന്ന് മൊരിയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഇതിൻ്റെ ഫീൽ വരും. വെളുത്തുള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വെളുത്തുള്ളി ഒന്ന് കോരിയെടുക്കാം. അടുത്തത് നമ്മുടെ ചെറിയുള്ളി, കൊച്ചുള്ളി.
നല്ല ചെറിയ തീയിൽ നൈസായിട്ട് ചെയ്യാം. ഉള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉള്ളി പുറത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഉള്ളി പ്ലേറ്റിലോട്ട് മാറ്റാം. നമുക്കിനി പച്ചമുളക്, ഈ പച്ചമുളക് ഇടുമ്പോൾ കുറച്ച് സൂക്ഷിക്കണം. പൊട്ടാൻ സാധ്യതയുണ്ട്. വലിയ വലിയ പച്ചമുളകല്ലേ. പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. പച്ചമുളക് റെഡി ആയിട്ടുണ്ട്. നമ്മൾ പ്ലേറ്റിലോട്ട് മാറ്റാം. നമുക്കിനി അടുത്തത് കറിവേപ്പില. ഇടാം. കറിവേപ്പില ഒന്ന് ശകലം ഒന്ന് നനച്ചിട്ടെടുത്താൽ മതി. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ വറുത്തെടുക്കാം. കുറച്ചായിട്ട് വറുത്തെടുക്കാൻ പാടുള്ളൂ. കൂടുതലൊന്നും ഇടാൻ പാടില്ല. ശകലമായിട്ട് നല്ല മൊരിച്ചെടുക്കണം അതിനെ. ഒരു 2-3 ട്രിപ്പൊക്കെ ആയിട്ട് നമുക്കിതിനെ മൊരിച്ചെടുക്കാം. നല്ല ഫ്രഷ് കേര ഉണ്ട് നമുക്ക് കിട്ടിയത് അവിടെ നിന്ന്. ഒരുപാട് തീ കൂട്ടാനും പാടില്ല. എന്നൊരു മീഡിയം ഹീറ്റിൽ നമുക്കിതിനെ നല്ല മൊരിച്ചെടുക്കണം. എന്നാലും അച്ചാറിന് നല്ലൊരു ഇതുണ്ടാവുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ നല്ലെണ്ണയിൽ തന്നെ നമ്മൾ അച്ചാർ പ്രിപ്പയർ ചെയ്യാൻ നോക്കുക. കാരണം എന്താ വെച്ചാൽ കുറേ കാലം കേടുവരാതെ നിൽക്കും ഈ നല്ലെണ്ണയാകുമ്പോൾ. മറ്റുള്ള എണ്ണയൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ഒരു സ്മെല്ലും ഇതൊക്കെ ആയിട്ട് പെട്ടെന്ന് നമ്മൾ ഇത് കേടുവരാനുള്ള സാധ്യതയുണ്ട്. നല്ലോണം മൊരിച്ചെടുക്കണം. ഈ അച്ചാറിന് വേണ്ടി നമ്മൾ മീൻ നന്നാക്കി എടുക്കുമ്പോൾ തൊലി ഒരിക്കരുത്. തൊലിയോട് കൂടിയിട്ട് നമുക്ക് പീസായി കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ മീനിൻ്റെ വറവൽ ഏകദേശം കഴിഞ്ഞു. അങ്ങനെ എല്ലാ മീനും നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. നല്ല മൊരിച്ചെടുക്കണം കേട്ടോ. അതുപോലെ നല്ലതാണ്ട് അതേപോലെ നല്ല മൊരിച്ചെടുക്കണം. നല്ലവണ്ണം മൊരിഞ്ഞിട്ടുണ്ട്. നല്ല കല്ല് പോലെ ആയിട്ടുണ്ട്. സോഫ്റ്റ്നെസ് വേണ്ട. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അച്ചാറ് നമ്മളിങ്ങനെ കോരി എടുക്കുമ്പോൾ പൊടിയാൻ പാടില്ല. അപ്പോൾ നല്ലവണ്ണം മൊരിച്ച് വേണം ഇതെടുക്കാൻ. നമുക്ക് ഇതിനോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ എണ്ണയിൽ തന്നെ ഇതിപ്പോൾ നമ്മൾ ഏകദേശം വറുത്തൊക്കെ കഴിഞ്ഞപ്പോൾ എണ്ണ ഏകദേശം വറ്റി. ഈ എണ്ണയിൽ തന്നെ നമുക്ക് മസാല ഉണ്ടാക്കാം. അച്ചാറിനുള്ള മസാല ഉണ്ടാക്കാം. ഒരുപാട് എണ്ണയൊന്നുമില്ല. അഥവാ നിങ്ങൾ വറുക്കുമ്പോൾ ഒരുപാട് വരികയാണെന്ന് വെച്ചാൽ എണ്ണ കുറച്ചൊന്ന് മാറ്റാം. നമുക്കിപ്പോൾ ഏകദേശം കഴിഞ്ഞു ഇതിൽ എണ്ണ. നമുക്കിതിന് മസാല ഒന്ന് റെഡിയാക്കാം. മസാല റെഡിയാക്കാൻ നമ്മൾ നേരത്തെ പുറത്ത് കോരി വെച്ചിരിക്കുന്ന ഇത് നമുക്കിതിലോട്ടിടാം. ഈ ഉള്ളിയും ഇഞ്ചിയും ഇതിലോട്ടിടാം. നമുക്ക് ഇതിലോട്ട് ഇനി പൊടികൾ ഇടാം കേട്ടോ. പൊടികൾ നമ്മൾ മെയിനായിട്ട് ഇതിൽ ചില്ലി പൗഡറും അതുപോലെ തന്നെ ഉലുവ പൗഡർ, കായം, ഇതൊക്കെയാണ് മെയിനായിട്ട് ഇതിൽ വേണ്ടത്. പിന്നെ നമ്മൾ ലാസ്റ്റ് സുർക്ക. നമ്മൾ നേരത്തെ മഞ്ഞപ്പൊടി ചേർത്തതുകൊണ്ട് ശകലം ഇട്ട് കൊടുത്താൽ മതി. മഞ്ഞപ്പൊടി എത്ര ഇട്ട് കൊടുത്താൽ മതി. ഉലുവപ്പൊടി നമുക്ക് ഉലുവപ്പൊടി ഇടാം. 1 സ്പൂണ്. നമ്മൾ നേരത്തെ ഉലുവപ്പൊടി ഇട്ടിട്ടുണ്ട്. എന്നാലും ഈ ഒരു മസാലയ്ക്ക് വേണ്ടി കുറച്ചുകൂടി ഇട്ടിട്ടുണ്ട്. ഉലുവപ്പൊടി കുറച്ച് കൂടുതലായാലും നല്ലതാണ് ശരീരത്തിന്.
ഇത് മുളക് പൊടി കുറച്ച് കൂടുതൽ ഇടണം, നല്ല എരിവ് ഇരുന്നോട്ടെ. ഇനി നമ്മൾ കളറിന് വേണ്ടിയിട്ട് നമ്മുടെ കാശ്മീരി ചില്ലി, നല്ല തുടുത്ത കാശ്മീരി ചില്ലിയും കൂടി ഇതിൽ ചേർക്കുക. ആ ഒരു കളർ നല്ല ചുവപ്പ് കളർ കിട്ടും. ലാസ്റ്റ് നമ്മുടെ കുരുമുളക് പൊടി. അപ്പോൾ നമ്മൾ മുളക് പൊടി കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്. നേരത്തെ നമ്മൾ മീനിൽ കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കിട്ടാം കൊടുത്താൽ മതി കേട്ടോ കുരുമുളക് പൊടി. ഇത് നമ്മുടെ കായപ്പൊടിയാണ് ഇട്ടുന്നത്. അതിൻ്റെ ഒരു നല്ലൊരു മണം കിട്ടും കായപ്പൊടിക്ക്. ഒരുപാട് കൂടുതലാവാനും പാടില്ല, ഒരളവിന് ഇടാൻ പാടുള്ളൂ. കായപ്പൊടിയിൽ പറഞ്ഞ കാശക്കും. അപ്പോൾ അത് നമ്മളിഞ്ഞ് അടുത്തത് ഉപ്പ് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. മസാല നല്ലവണ്ണം നാക്കി കൊടുക്കുക കേട്ടോ. കുറച്ചുകൂടി കളർ വേണമെങ്കിൽ കാശ്മീരി ചില്ലി കുറച്ചുകൂടി ചേർത്താം. ഏകദേശം നമ്മൾ ചേർത്തിട്ടുണ്ട്. ഒരു അച്ചാറിൻ്റെ മണം വന്നു തുടങ്ങി കേട്ടോ. നമ്മൾ ആ ഉലുവാപ്പൊടിയും അതുപോലെ തന്നെ കായൊക്കെ ചേർത്തപ്പോൾ തന്നെ നമ്മൾ ആ അച്ചാറിൻ്റെ സ്മെല്ല്, വെളുത്തുള്ളിയുടെ സ്മെല്ല് അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. നമുക്ക് ഈ മസാലൻ്റെ ഉപ്പൊന്ന് നോക്കട്ടെ. ഉപ്പ് കറക്റ്റായില്ല പറഞ്ഞാൽ ശകലം ഉപ്പ് കമ്മിയുണ്ട്. സുർക്ക ശകലം കൂടി ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. ഒരു ശകലം നമ്മൾ ഇതിനൊരു പുളിപ്പിന് വേണ്ടിയിട്ട് അതിനാണ് ഈ വിനാഗിരി ഒഴിക്കുന്നത്. ഇതിൻ്റെ 2 കപ്പ് എടുത്ത് ഇങ്ങോട്ട് ഒഴിക്കുക. ഒരു 2 കപ്പ് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. ആ ഒരു പുളിപ്പൊക്കെ ഉണ്ടാവും ഒരു അച്ചാറിൻ്റെ. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. സൂപ്പറായിട്ട് നല്ല മണം വരുന്നുണ്ട്. നമ്മുടെ ഗ്രേവി റെഡി ആയിട്ട് നമുക്ക് ഇതിലോട്ട് ആ കോരി വെച്ചിരിക്കുന്ന മീൻ എടുത്തിടാം. നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ വിദേശത്തൊക്കെ ഗൾഫിലൊക്കെ കൊടുത്തയക്കാനാണെങ്കിൽ ഇത്രയും ഗ്രേവിൻ്റെ ആവശ്യമില്ല. കുറച്ചും കൂടി ഡ്രൈ ആക്കി എടുക്കുക. നമ്മൾ വീട്ടിൽ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ചും കൂടി ഗ്രേവി ടൈപ്പ് ആക്കിയത്. അതാകുമ്പോൾ നമുക്ക് കുറച്ച് നമ്മൾ പഴങ്കഞ്ഞിയിലൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കൊടുത്തുവിടാനാണെങ്കിൽ വിദേശത്തൊക്കെ കൊടുത്തുവിടാനാണെങ്കിൽ നമുക്കിത് കുറച്ചും കൂടി ഡ്രൈ ആക്കിയിട്ട് കൊടുത്തതെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുപോയിട്ട് അവർക്ക് വേണമെങ്കിൽ അത് കുറച്ചും കൂടി ഗ്രേവി ആക്കി എടുക്കാം. എന്തായാലും നല്ല വാസന വരുന്നുണ്ട് കേട്ടോ. അടിപൊളി വാസനയായിട്ട് വരുന്നുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്. നല്ല ചൂടുണ്ട്. സൂപ്പർ, അടിപൊളിയായിട്ടുണ്ട്. ഹേവിയോ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ചോറിൻ്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കാം.
പഴങ്കഞ്ഞിയുണ്ട്, പഴങ്കഞ്ഞിൻ്റെ കൂടെ നമുക്കൊന്ന് കഴിച്ച് നോക്കാം. നമുക്ക് ഈ ഒരു ഇത് മാറ്റി നമുക്ക് ഈ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിടാം. ചൂടാറിയതിന് ശേഷം നമുക്ക് ഭരണിയിലോട്ടോ നമുക്ക് ഏതാണ് സൗകര്യം വേറൊരു പ്ലേറ്റിൽ ഒരു ജാറിലോട്ട് നമുക്കിത് മാറ്റിയിടാം. ഒന്ന് ചൂടാറാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ ആക്കി വെക്കുന്നത്. നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വേണ്ട, ഇപ്പോൾ നമ്മൾ ഒരു ചൂടാറാൻ വെച്ചപ്പോൾ തന്നെ ഇത് ഡ്രൈ ആയിട്ടാ. ഇതൊന്ന് അതിനെ മീനിലൊക്കെ ഒന്ന് കയറി പിടിച്ച് ഇതെന്തായാലും ഒന്ന് നോക്കാം നമുക്ക്. നമ്മളിവിടെ കുറച്ച് പഴങ്കഞ്ഞി ഉണ്ട്, പഴങ്കഞ്ഞിയും ഒരു ബോളിലേക്ക് ഒരു മാറ്റിയിട്ടാണ്. പഴങ്കഞ്ഞിയിൽ ഞാൻ തൈര് ഒഴിക്കുന്നുണ്ട്. എല്ലാവർക്കും അത് പറ്റിയെന്ന് വരില്ല. അപ്പോൾ പറ്റാത്തവർ തൈരൊഴിച്ചും തൈരും മീനും കൂടി കഴിക്കണ്ട. അപ്പം ഞാൻ എന്തായാലും എനിക്കത് ശീലമായതുകൊണ്ട് ഞാനത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴങ്കഞ്ഞി ഞാൻ സൂപ്പറായിട്ടുണ്ട്. കൊണ്ട് നോക്കാം. ആ വെളുത്തുള്ളിയുടെ ചെറിയുള്ളി, അതുപോലെ തന്നെ നമ്മൾ ഉലുവ പൗഡർ, കായം, ഇതൊക്കെ എടുത്തറിയേണ്ടിട്ട് നമ്മൾ കടിക്കൊരു ഫസ്റ്റത്തെ ബൈറ്റിൽ തന്നെ നല്ല ക്ലിയർ ആയിട്ട് അറിയേണ്ട അതിൻ്റെയൊക്കെ ടേസ്റ്റ്. അതുപോലെ തന്നെ നമ്മൾ ഇത്രയും മുളക് പൊടി ഇട്ടതിൻ്റെ ആ എരിവൊന്നും ഇതിലും ഫീൽ ചെയ്യണില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ രീതിയിലാണല്ലോ നമ്മൾ മസാല, നമ്മൾ ഒരുപാട് ചാറ് ഒഴിക്കണമല്ലോ. അപ്പോൾ നല്ല നല്ല രുചിയുണ്ട് കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. അതുപോലെ തന്നെ റമദാനൊക്കെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും വീട്ടിൽ. കാരണം നമ്മൾ ഈ പുലർച്ചയ്ക്ക് കഴിക്കുമ്പോൾ അത്താഴത്തിന് ബെസ്റ്റ് സാധനമാണ്. ഈ സാധനം ഒരു 2 പീസുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചോറുണ്ണാം. വേറെ കറികളൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ പഴങ്കഞ്ഞോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ റൈസിൽ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ കഴിച്ചാൽ ഈ 2 സാധനം നമ്മൾ അത്രയും വിഭവങ്ങൾ ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സാധനം മതി. പക്ഷെ ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ നമുക്ക് കിട്ടണം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഓൾ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.